Hi everyone, good morning. Again we are now next to GK class. Last day we completed up to 40th chapter, Prominent Cinema Personalities. Today we need to study 41 from your 51 page number, Renowned Performing Artist. Renowned Performing Artist എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സം ആർട്ടിസ്റ്റ് ഫ്രം ദിസ് ചാപ്റ്റർ. All of you listen to that. Below are the details of a few of the prominent Indian artists from the performing arts worlds. Here we have 5 personalities. Here the details of a few prominent Indian artists. അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആർട്ടിസ്റ്റിൻ്റെ സം ഡിസ്ക്രിപ്ഷൻസ് ആണ് അല്ലേ. ഫ്രം ദ പെർഫോമിംഗ് ആർട്സ് വേൾഡ്, ആർട്ടിൻ്റെ വേൾഡിൽ പെർഫോം ചെയ്യുന്ന അറിയപ്പെടുന്ന സം പേഴ്സണാലിറ്റീസ് ആണ് വി ഹാഡ് ഗിവൺ ഹിയർ. All of them have been nationally honored and internationally well known. അല്ലേ, ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്നവരും ഇൻ്റർനാഷണലി വേൾഡിലെമ്പാടും ഇന്ത്യയിലൊട്ടാകെ ആദരവർപ്പിക്കുന്നതും അല്ലേ, ഹോണേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നതും അതുപോലെ തന്നെ ഇൻ്റർനാഷണലി വെൽ നോൺ, ലോകമെമ്പാടും അറിയപ്പെടുന്നതുമായിട്ടുള്ള ആളുകളായിട്ടാണ് ദിസ് 5 personalities. First one, M.S. Subbulakshmi. And about the M.S. Subbulakshmi, M.S. Subbulakshmi was a renowned Carnatic vocalist. അറിയപ്പെടുന്ന കർണാട്ടിക് സംഗീതത്തിലെ സിംഗറാണ്. വോക്കലിസ്റ്റ് മീൻസ് പാട്ടുകാരിയാണ് എം എസ് സുബ്ബുലക്ഷ്മി. അറിയപ്പെടുന്ന കർണാട്ടിക് സിംഗറാണ് എം എസ് സുബ്ബുലക്ഷ്മി. ഷീ വാസ് ദ ഫസ്റ്റ് മ്യൂസീഷ്യൻ, ആദ്യത്തെ മ്യൂസീഷ്യനാണ് ടു ബി അവാർഡ് ദ ഭരത് രത്ന അവാർഡ് അല്ലേ, സംഗീതത്തിൽ കിട്ടുന്ന ഒരു അവാർഡാണ് ഭരത് രത്ന അവാർഡ്. ഈ ഭരത് രത്ന അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ അല്ലേ, നല്ലൊരു ബഹുമതിയാണ് ഭരത് രത്ന അവാർഡ്. ഈ ഭരത് രത്ന അവാർഡ് മ്യൂസിക്കിൽ ആദ്യമായിട്ട് കിട്ടിയ ലേഡിയാണ് എം എസ് സുബ്ബുലക്ഷ്മി അല്ലേ. ഫസ്റ്റ് മ്യൂസീഷ്യനാണ്, ആദ്യത്തെ സംഗീതജ്ഞയാണ് ഇവള്. ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസീഷ്യൻ ടു റിസീവ് ദ റാമോൺ മാഗ്സസെ അവാർഡ്. മറ്റൊരു അവാർഡാണ് റാമോൺ മാഗ്സസെ അവാർഡ്. റാമോൺ മാഗ്സസെ അവാർഡും ആദ്യമായിട്ട് കിട്ടിയ ഇന്ത്യൻ വംശജ കൂടിയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരി കൂടിയാണ് എം എസ് സുബ്ബുലക്ഷ്മി അല്ലേ. അടുത്ത എം എസ് സുബ്ബുലക്ഷ്മി എം എസ് സുബ്ബുലക്ഷ്മി വാസ് എ റിനോൺ കർണാട്ടിക് വോക്കലിസ്റ്റ്. കർണാടക സംഗീതത്തിൽ അറിയപ്പെടുന്ന പാട്ടുകാരിയാണ് ഇവള്. ഷീ വാസ് എ ഫസ്റ്റ് മ്യൂസീഷ്യൻ, ആദ്യത്തെ മ്യൂസിക്കുകാരിയാണ് അല്ലെങ്കിൽ സംഗീതജ്ഞയാണ് ടു ബി അവാർഡ് ദ ഭരത് രത്ന അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ മ്യൂസീഷ്യൻ കൂടിയാണ് എം എസ് സുബ്ബുലക്ഷ്മി. ഷീ ഈസ് എ ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസീഷ്യൻ ടു റിസീവ് റാമോൺ മാഗ്സസെ അവാർഡ്. റാമോൺ മാഗ്സസെ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡുണ്ട്. ആ അവാർഡ് കൂടി കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ മ്യൂസീഷ്യൻ കൂടിയാണ് നമ്മളുടെ എം എസ് സുബ്ബുലക്ഷ്മി. ഓക്കെ, സെക്കൻഡ് വൺ, മൃണാലിനി സാരാഭായ്. മൃണാലിനി സാരാഭായ് ഈസ് വെൽ നോൺ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ അല്ലേ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസസ് ഉണ്ട് അല്ലേ, അതിൽ ഇന്ത്യയിൽ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡാൻസറാണ് മൃണാലിനി സാരാഭായ്. ആൻഡ് ഓൾസോ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നൃത്തം സംവിധാനം ചെയ്യുന്ന അല്ലേ, ഓരോ നൃത്തരൂപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ലേഡി കൂടിയാണ്. ആൻഡ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളും കൂടിയാണ് മൃണാലിനി സാരാഭായ്. അപ്പം എന്തൊക്കെയാണ് മൃണാലിനി സാരാഭായ്? മൃണാലിനി സാരാഭായ് ഈസ് എ വെൽ നോൺ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്, ഇൻസ്ട്രക്ടറാണ്. ഷീ പോപ്പുലറൈസ്ഡ് ഭരതനാട്യം ത്രൂ ഔട്ട് ദ വേൾഡ് അല്ലേ. അവള് വേൾഡിലെമ്പാടും എന്ത് ചെയ്തു, ഇഷ്ടപ്പെടുന്നൊരു ഡാൻസായിട്ട് ഭരതനാട്യത്തെ കളിച്ചു. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭരതനാട്യം കളിച്ചൊരു ലേഡിയായിരുന്നു ഇവള്. ആൻഡ് വാസ് വൈഫ് ഓഫ് സയൻറ്റിസ്റ്റ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ അല്ലേ, ആ സയൻറ്റിസ്റ്റിൻ്റെ വൈഫ് കൂടിയാണ് മൃണാലിനി സാരാഭായ്. ഇപ്പം എന്താ വാട്ടപ്പെടുത്തി മൃണാലിനി സാരാഭായ് ഇസ് എ വെൽ നോൺ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ, choreographer and instructor. She popularized Bharatanatyam throughout the world and was a wife of scientist Vikram Sarabhai. Then third one, Ustad Bismillah Khan. Ustad Bismillah Khan was a Shehnai master. അതിൻ്റെ കയ്യിലുള്ളൊരു വിസിൽ കണ്ടില്ലേ,
അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതാണ് ഷെഹനായി. ഈ ഷെഹനായി മാസ്ട്രോ ആണ്. മാസ്ട്രോ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഷെഹനായി അല്ലേ വായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഹി വാസ് ദ തേർഡ് ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ടു ബി അവാർഡഡ് ദ ഭരത് രത്ന അല്ലേ. ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്, മൂന്നാമത്തെ ആളാണ് ഭരത് രത്ന അവാർഡ് കിട്ടുന്നത് അല്ലേ. ഭരത് രത്ന അവാർഡ് കിട്ടിയ ആദ്യത്തെ മ്യൂസീഷ്യനെ നമ്മൾ കണ്ടു, ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഇത് മൂന്നാമത്തെ ആളാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഹി ഗോട്ട് ദ ഭരത് രത്ന അവാർഡ്. Then Khan gained worldwide acclaim for playing the Shehnai for more than 8 decades. അല്ലേ. ഖാൻ ഗെയ്ഡ് അതായത് ഉസ്താദ് ബിസ്മില്ല ഖാന് നേടാൻ പറ്റി എന്ത്? വേൾഡ് വൈഡ് അക്ലെയിം, വേൾഡിലെമ്പാടുള്ള അംഗീകാരം അല്ലെങ്കിൽ കയ്യടി. ഫോർ പ്ലേയിങ് ദ ഷെഹനായി ഫോർ മോർ ദാൻ 8 decades അല്ലേ. 1 decade എന്ന് പറഞ്ഞാൽ 10 വർഷമാണ് അല്ലേ. അപ്പോൾ 8 decade എന്ന് പറഞ്ഞാൽ 80 വർഷത്തോളം അല്ലെ. 80 വർഷത്തോളം ലോകമെമ്പാടും കയ്യടി നേടാൻ അല്ലെങ്കിൽ ആളുകളുടെ അംഗീകാരം കിട്ടി ഇയാളുടെ ഷെഹനായി പ്ലേ ചെയ്യുന്ന കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ അത്ര രീതിയിൽ അയാൾക്ക് നല്ല രീതിയിൽ ഷെഹനായി പ്ലേ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ എന്താണ് ബിസ്മില്ല ഖാൻ? ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് എ ഷെഹനായി മൈസ്ട്രോ. മൈസ്ട്രോ മീൻസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ആളാണ്, അതിൻ്റെ മാസ്റ്ററാണ്. He was the third classical musician to be awarded the Bharat Ratna. ഖാൻ ഗെയ്ഡ് അല്ലേ. മാത്രമല്ല ഖാന് കിട്ടി വേൾഡ് വൈഡ് അക്ലെയിം ഫോർ പ്ലേയിങ് ദ ഷെഹനായി ഫോർ മോർ ദാൻ 8 decades. 80 വർഷത്തിലധികം ഷെഹനായി നല്ല രീതിയിൽ വായിക്കാൻ കഴിയുന്ന പ്ലേ ചെയ്യാൻ കഴിയുന്ന ആളെന്നുള്ള അംഗീകാരവും ലോകമെമ്പാടും ഇയാൾക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ പ്ലേഡ് ദ സിറ്റാർ. സിറ്റാർ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലേ. ആ സിറ്റാർ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ. ഹി ഹാസ് ബീൻ അവാർഡഡ് ദ ഭരത് രത്ന ആൻഡ് ഹാസ് റിസീവ്ഡ് ദ 3 ഗ്രമ്മി അവാർഡ്സ്. ഇയാൾക്ക് ഭരത് രത്ന അവാർഡും കിട്ടിയിട്ടുണ്ട്, മറ്റൊരു അവാർഡാണ് ഗ്രമ്മി അവാർഡ്. 3 തവണ ഗ്രമ്മി അവാർഡ്സും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹി വാസ് നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ ഫ്രം 1986 to 1992 അല്ലേ. ഇത്തരത്തിൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിനെ ചില സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ രാജ്യസഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രലിലെ പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ നിങ്ങൾ വലുതാകുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ രാജ്യസഭയിലേക്ക് മെമ്പറും കൂടി ആയിരുന്നു 1986 to 1992. ഓക്കെ, വാട്ട് അബൌട്ട് പണ്ഡിറ്റ് രവിശങ്കർ? പണ്ഡിറ്റ് രവിശങ്കർ പ്ലേഡ് ദ സിറ്റാർ. He has been awarded the Bharat Ratna award കിട്ടി and has received 3 Grammy awards. He was nominated as a member of the Rajya Sabha from 1986 to 1992. Okay, the next, Ustad Amjad Ali Khan. What about Ustad Amjad Ali Khan? Ustad Amjad Ali Khan is an internationally known Indian sarod player. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇന്ത്യയിലെ സാരോഡ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഉസ്താദ് അംജദ് അലി ഖാൻ. ഓക്കെ, സാരോഡ് എന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ കഴിയുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഉസ്താദ് അംജദ് അലി ഖാൻ. ഹി വാസ് അവാർഡഡ് ദ പത്മവിഭൂഷൺ ഇൻ 2001 അല്ലേ. മറ്റൊരു ഫേമസ് അവാർഡാണ് പത്മവിഭൂഷൺ. 2001 പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഉസ്താദ് അംജദ് അലി ഖാൻ. ദീസ് ആർ ദ റിനോൺ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് പേഴ്സണാലിറ്റീസ് ഇൻ ഇന്ത്യ. Okay, then here we have 4 questions. We need to find out the answers from help box. Who was the first musician to be awarded the Bharat Ratna? ആരാണ്? നമ്മൾ കണ്ടു ഈ ഡിസ്ക്രിപ്ഷൻസിൽ നിന്ന്. ആരാണ്? Who got the first Bharat Ratna award? Yes, MS Subbulakshmi അല്ലേ. You may write there MS Subbulakshmi. Second one, which is a musical instrument played by Ustad Bismillah Khan? ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? യെസ്, ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ഫസ്റ്റ് വൺ ഷെഹനായി. ദെൻ തേർഡ് വൺ, നെയിം ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മാസ്റ്റേർഡ് ബൈ പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് മാസ്റ്റർ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തേർഡ് വി നോ ആൻസർ സിറ്റാർ അല്ലേ. ദ നെക്സ്റ്റ് വൺ,
നെയിം ദ ഡാൻസർ ഹു വാസ് എ വൈഫ് ഓഫ് വെൽ നോൺ സയൻറ്റിസ്റ്റ് അല്ലേ, വെൽ നോൺ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വിക്രം സാരാഭായിയുടെ വൈഫാണ് ഇവിടെ ഈ ഒരു ഡാൻസർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഹു ഈസ് ദാറ്റ് ഡാൻസർ? യെസ്, ആൻസർ മൃണാലിനി സാരാഭായ്. ദീസ് ആർ ദ ഫേമസ് പേഴ്സണാലിറ്റീസ് ഫ്രം India in the field of artist. Then all of you take your next chapter, that is 42, sports heroes. Sports some heroes under here. We need to study about them. The details of a few talented sports stars are given below. Talented ആയിട്ടുള്ള സ്പോർട്സിലെ സ്റ്റാർസ് ആണ് we had given here. What about them? Listen to the all of you. First one, he was a boxer with the speed and grace. ബോക്സിങ് അറിയില്ല നിങ്ങൾക്ക്? ബോക്സിങ്ങിൽ സ്പോർട്സ് അല്ലേ, ബോക്സിങ്ങിൽ നല്ല സ്പീഡോട് കൂടിയും ഗ്രേസ്, എല്ലാവർക്കും എന്താണ് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിലും ബോക്സിങ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇത്. You know that answer, first one, അല്ലേ, മുഹമ്മദ് അലി അല്ലേ, ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ് ലാസ്റ്റ് വൺ മുഹമ്മദ് അലി. യു മേ റൈറ്റ് ദർ ദ ആൻസർ മുഹമ്മദ് അലി. അപ്പോൾ വാട്ടപ്പെടുത്ത മുഹമ്മദ് അലി, ഹി വാസ് എ ബോക്സർ വിത്ത് സ്പീഡ് ആൻഡ് ഗ്രേസ്. നല്ല സ്പീഡോട് കൂടിയിട്ടും നല്ല ആകർഷകത്തോട് കൂടിയിട്ടും ബോക്സിങ് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മുഹമ്മദ് അലി. ഹി പെർഫോംഡ് ബെറ്റർ ദാൻ ഹിസ് ഒപ്പോണൻസ് സച്ച് ആസ് സോണി ലിസ്റ്റൺ, ജോർജ് ഫോർമാൻ ആൻഡ് ലിയോ സ്പിങ്സ് അല്ലേ. ഇയാളുടെ ഒപ്പോണൻസ് ആണ്, അതായത് ബോക്സിങ് കളിക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ അപ്പുറത്ത് വേറെ ഒരാളുണ്ടാവും ഇങ്ങോട്ട് അല്ലേ ബോക്സിങ്ങിൽ. അപ്പോൾ ആ ഗുസ്തിയിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന എതിരാളികൾ ആരൊക്കെയായിരുന്നു? സണ്ണി ലിസൺ, ജോർജ് ഫാർമാൻ ആൻഡ് ലിയോൺ സ്പിങ്സ്. ഇവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ബോക്സറാണ് നമ്മുടെ മുഹമ്മദ് അലി. ഹിസ് അച്ചീവ്മെൻറ്റ്സ് മെയ്ഡ് ഹിം എ ലെജൻഡ്. അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബോക്സിങ്ങിൽ അയാൾ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അറിയപ്പെടുന്നു. ഓക്കെ, ലെജൻഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രമായിട്ട് അയാളെ മാറ്റിയെന്നാണ് പറയുന്നത്. How about Muhammad Ali? He was a boxer with speed and grace. He performed better than his opponents such as Sunny Liston and George Foreman and Leon Spinks. His achievements made him a legend. Then second answer you know from picture answer Pele. From your help box. Fourth one, Pele. What about Pele? He is considered as a ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഓഫ് ഓൾ ടൈം. എല്ലാ കാലത്തെയും ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയർ ആണ് ആര്? നമ്മളുടെ പെലെ. ഹി ഈസ് ദ ഓൾ ടൈം ലീഡിംഗ് സ്കോറർ ഓഫ് ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ടീം അല്ലേ. അതായത് ബ്രസീലിൻ്റെ നാഷണൽ ഫുട്ബോൾ ടീമിലെ ഓൾ ടൈം ലീഡിംഗ് സ്കോറർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല, ഏറ്റവും നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ സമയത്തെയും ഒരു കളിക്കാരനാണ് ആര്? പെലെ. And is only footballer to be a part of 3 World Cup winning teams. ബ്രസീലിന് വേൾഡ് കപ്പ് നേടിയ സമയത്ത് 3 പ്രാവശ്യവും ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 3 പ്രാവശ്യം വേൾഡ് കപ്പ് ബ്രസീലിൽ കിട്ടിയപ്പോഴും ഇയാൾ അതിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ കളിച്ച ആ ടീമിലെ മെമ്പറായിരുന്നു. അപ്പോൾ വാട്ട് അബൌട്ട് പെലെ? ഹി ഈസ് കൺസിഡർഡ് ആസ് ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഓഫ് ഓൾ ടൈം. എല്ലാ സമയത്തും ഏറ്റവും വലിയ കളിക്കാരനായിട്ട് അറിയപ്പെടുന്നു. ഹി ഈസ് ദ ഓൾ ടൈം ലീഡിംഗ് സ്കോറർ ഓഫ് ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ടീം. ബ്രസീലിൻ്റെ നാഷണൽ ഫുട്ബോൾ ടീമിലെ എല്ലാ സമയത്തെയും ലീഡിംഗ് സ്കോറർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മളുടെ പെലെ. ആൻഡ് ഈസ് ഓൺലി ഫുട്ബോളർ ടു ബി എ പാർട്ട് ഓഫ് 3 വേൾഡ് കപ്പ് വിന്നിംഗ് ടീംസ്. 3 വേൾഡ് കപ്പ് നേടിയപ്പോൾ അല്ലേ, ബ്രസീലിന് 3 പ്രാവശ്യം നേടിയപ്പോഴും ഇയാൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, കളിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു എന്താണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ദെൻ തേർഡ് വൺ, he was an Indian hockey player and is considered as one of the greatest player of all time. Third answer you know from your help box. Second one, Dhyan Chand. You may write there Dhyan Chand. What about Dhyan Chand? All of you listen to he was an Indian hockey player. ഇയാൾ ഹോക്കി പ്ലെയർ ആണ് ഇന്ത്യയിലെ. ആൻഡ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം. എല്ലാ സമയത്തെയും നല്ലൊരു ഹോക്കി പ്ലെയർ ആയിട്ട് ഇയാളെ കണക്കാക്കുന്നു. ഹി ഹാസ് ഓവർ 400 ഗോൾസ് ടു ഹിസ് ക്രെഡിറ്റ്. ആൾക്ക് കിട്ടിയിട്ടുണ്ട് 400ഓളം ഗോൾസ്. ഹിസ് ബർത്ത്ഡേ ഫോൾസ് ഓൺ August 26 അല്ലേ. ഇയാളുടെ ബർത്ത്ഡേ
ഓഗസ്റ്റ് 26-നാണ്, വിച്ച് സെലിബ്രേറ്റ്സ് ആസ് എ നാഷണൽ സ്പോർട്സ് ഇൻ ഇന്ത്യ. അപ്പം അത്രയും വലിയ കളിക്കാരനായതുകൊണ്ട് ഇന്ത്യയിൽ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇയാളുടെ ബർത്ത്ഡേയിലാണ്. ഏതാണ്? ഓഗസ്റ്റ് 29. ഓക്കെ. വാട്ട് അബൌട്ട് ദ ധ്യാൻ ചന്ദ്? ഹി വാസ് ആൻ ഇന്ത്യൻ ഹോക്കി പ്ലെയർ and is considered as one of the greatest player of all time. He has over 400 goals to his credit. His birthday falls on August 29, which is celebrated as a national sports day in India. Then fourth one, answer you may write there, Jesse Owens. Jesse Owens. What about the Jesse Owens? He set a record by winning 4 gold medals at the Berlin Olympics in 1936. ബെർലിനിൽ നടത്തിയിട്ടുള്ള ഒളിമ്പിക്സിൽ 1936 4 ഗോൾഡ് മെഡൽ ഇയാൾക്ക് കിട്ടി എന്നുള്ളതാണ് ഇയാളുടെ പ്രത്യേകത. ഹി സെറ്റ് എ റെക്കോർഡ് ബൈ വിന്നിങ് 4 ഗോൾഡ് മെഡൽസ് അറ്റ് ദ ബെർലിൻ ഒളിമ്പിക്സ് ഇൻ 1936. ബെർലിനിൽ നടത്തിയിട്ടുള്ള ഒളിമ്പിക്സിൽ 1936 4 ഗോൾഡ് മെഡലും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. He committed his life and money for the development of youth in the poor neighborhoods. He committed his life, ഇയാളുടെ ജീവിതവും ഇയാൾക്ക് കിട്ടുന്ന ക്യാഷും ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് യൂത്ത് ഇൻ ദ പുവർ നെയ്ബർഹുഡ്സ്, അതായത് ചുറ്റുപാടുമുള്ള പാവപ്പെട്ട നെയ്ബർഹുഡ്സ് അല്ലെ, അയൽക്കാർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇയാളുടെ പാവപ്പെട്ട ആളുകളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇയാളുടെ ക്യാഷും ഇയാളുടെ ലൈഫെല്ലാം ഇയാൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വാട്ട് അബൌട്ട് ദ ജെസ്സി ഓവൻസ്? ഹി സെറ്റ് എ റെക്കോർഡ് ബൈ വിന്നിങ് 4 ഗോൾഡ് മെഡൽസ് അറ്റ് ദ ബെർലിൻ ഒളിമ്പിക്സ് ഇൻ 1936. ബെർലിനിൽ ഒളിമ്പിക്സിൽ ഇയാൾക്ക് ഗോൾഡ് മെഡൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്താണ്? ആൻഡ് ഓൾസോ അയാളുടെ ലൈഫും അയാളുടെ ക്യാഷെല്ലാം അയാൾ യൂസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പുവർ ഇൻ ദ നെയ്ബർഹുഡ്, അയാളുടെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ട ആളുകളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അയാളുടെ ലൈഫും അയാളുടെ ക്യാഷും അയാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് ഫിഫ്ത്ത് ആൻസർ, കോൾ ലൂയിസ്. യു മേ റൈറ്റ് ദർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ് ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് വൺ, കോൾ ലൂയിസ്. വാട്ട് അബൌട്ട് കോൾ ലൂയിസ്? ഹി ഈസ് എ ട്രാക്ക് അത്ലറ്റ് ആൻഡ് സിംഗർ. ട്രാക്ക് അത്ലറ്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ്, ജമ്പിങ്, അതുപോലെ ത്രോയിങ് അല്ലെ, 3 ഐറ്റമാണ് ട്രാക്ക് അത്ലറ്റ്. നമ്മുടെ സ്പോർട്സിൽ ട്രാക്ക് അത്ലറ്റിക്സ് ഐറ്റംസ് എന്ന് പറയുന്നത് ഓടുന്നതിനും ചാടുന്നതിനും എറിയുന്ന ഐറ്റംസ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ അതിൽ അപ്പോൾ ട്രാക്ക് അത്ലറ്റുമാണ്, സിംഗറുമാണ്, പാട്ടുകാരനുമാണ്, ട്രാക്ക് അത്ലറ്റുമാണ്. ഹി ഹാസ് വോൺ 10 ഒളിമ്പിക്സ് മെഡൽസ്, 9 ഓഫ് ദം ഗോൾഡ്. 10ഓളം ഒളിമ്പിക്സ് മെഡൽസ് കിട്ടിയിട്ടുണ്ട്, 9ഉം ഗോൾഡ് മെഡലാണ്. ഹി ഹാസ് ഓൾസോ വോൺ 10 മെഡൽസ് ഇൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. വേൾഡിലെ ചാമ്പ്യൻഷിപ്പ് നല്ലൊരു ചാമ്പ്യനായിട്ട് മാറിയതിന് 10 മെഡലും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒളിമ്പിക്സിൽ നല്ല ചാമ്പ്യന്മാരുണ്ടാവും, ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്ന ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ ആ വേൾഡ് ചാമ്പ്യൻഷിപ്സിൽ 10 മെഡൽസും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇയാൾ ട്രാക്ക് അത്ലറ്റും ആണ്, സിംഗറും ആണ്. ഹി ഹാസ് വോൺ 10 ഒളിമ്പിക്സ് മെഡൽസ്, 9 ഓഫ് ദം ഗോൾഡ്. He has also won 10 medals in World Championship. Who is that? Cole Lewis. The last one, Steffi Graf. From a help box, first one, Steffi Graf. What about Steffi Graf? She is considered the greatest female tennis player. ലേഡീസിലെ ടെന്നീസ് കളിക്കുന്ന ഏറ്റവും നല്ല പ്ലെയർ ആയിട്ടാണ് ഇതിനെ ഈ ലേഡിയെ അറിയപ്പെടുന്നത്. ഷീ ഈസ് കൺസിഡർഡ് ദ ഗ്രേറ്റസ്റ്റ് ഫീമെയിൽ ടെന്നീസ് പ്ലെയർ. ഷീ ഹാസ് വോൺ 22 ഗ്രാൻഡ് സ്ലാം സിംഗിൾ ടൈറ്റിൽസ് അല്ലേ. അതായത് 2 ഒപ്പോണൻസ് വെച്ചിട്ട് ഒരാളുടെ എതിരെ നിന്നിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന അല്ലേ, അതായത് കൂടെ ഗ്രൂപ്പില്ലാതെ ഇവളുടെ കഴിഞ്ഞിട്ട് വേറെ ആൾ ടെന്നീസ് ബാറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒറ്റ ആളുമായിട്ട് കളിച്ചിട്ട് 22 പ്രാവശ്യം ജയിച്ചിട്ടുള്ള ലേഡിയാണ് നമ്മളുടെ സ്റ്റെഫി ഗ്രാഫ്. അപ്പോൾ ടെന്നീസ് തന്നെ പല പ്ലേയിങ് ഉണ്ട്. അതിലൊരു പ്ലേ ആണ് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ടൈറ്റിൽസ്. അപ്പോൾ ഗ്രാൻഡ് സ്ലാം സിംഗിൾ ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ആ പ്ലേയിൽ ആ തരം പ്ലേയിൽ 22 പ്രാവശ്യം ഇവള് ജയിച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഷീ ഹാസ് വോൺ 22 ഗ്രാൻഡ് സ്ലാം സിംഗിൾ ടൈറ്റിൽസ്. ഹി ഈസ് ഓൾസോ ഓൺലി ദ ടെന്നീസ് പ്ലെയർ ടു അച്ചീവ് ദ കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലാം. കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഓൾ 4 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ്, അതായത്
ടെന്നീസിൽ ഒരു വർഷം 4 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് പ്ലേ ഉണ്ടായിരിക്കും. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് പ്ലേ 4 പ്രാവശ്യം ഉണ്ടായിരിക്കും ഒരു വർഷത്തിൽ. ആ 4 പ്രാവശ്യത്തെ ഗ്രാൻഡ് സ്ലാം സിംഗിൾ പ്ലേയിലും അവൾ ജയിച്ചു. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ അതേ വർഷം തന്നെ ഗോൾഡ് മെഡലും കിട്ടി. അപ്പോൾ ടെന്നീസിൽ 4 ഗ്രാൻഡ് സ്ലാം സിംഗിൾ ടൈറ്റിൽസിലും അവൾ ജയിച്ചു. അതുപോലെ ആ വർഷം തന്നെ സെയിം ഇയറിൽ തന്നെ ഒളിമ്പിക്സിൽ നിന്ന് മെഡലും വാങ്ങി. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ബഹുമതിയാണ് എന്ത് കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾക്ക് കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലം കിട്ടി. കാരണം ഒരേ വർഷത്തിൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾ ടൈറ്റിൽസ് 4 ജയിച്ചു. അതുപോലെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലും കിട്ടി എന്നുള്ളതുകൊണ്ടാണ് എന്ത് കിട്ടിയത് കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഷി അച്ചീവ്ഡ് ഹിസ് ബൈ വിന്നിങ് ഓൾ 4 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ടൈറ്റിൽസ് ആൻഡ് ദ ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഇൻ 1988. അല്ലേ, ഞാൻ പറഞ്ഞു ആ ഒരു വർഷത്തിൽ തന്നെ 4 ഗ്രാൻഡ് സ്ലാം സിംഗിൾ ടൈറ്റിൽസും ഗോൾഡ് മെഡലും കിട്ടി ഒളിമ്പിക്സിൽ. അത് ഏത് ഇയറിലാണെന്നാണ് പറയുന്നത് 1988. വാട്ട് അബൌട്ട് ദ സ്റ്റെഫി ഗ്രാഫ്? ഷീ ഈസ് കൺസിഡർഡ് ദ ഗ്രേറ്റസ്റ്റ് female tennis player. She has won 22 Grand Slam singles titles. She is also that only tennis player to achieve the calendar year Golden Slam. She achieved this by winning all 4 Grand Slam single titles and the Olympic gold medal in 1988. These are the sports heroes. The next we need to study sports. ഇവിടെ കുറച്ച് സ്പോർട്സ് കളിക്കുന്നതിന് പിക്ചർ ഉണ്ട്. ആ ഏത് സ്പോർട്ടാണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സം സ്പോർട്സ് ആക്ടിവിറ്റീസ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ. ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ ക്യാൻ യു സേ? യെസ്, പോൾ വോൾട്ട് അല്ലേ, ഫ്രം എ ഹെൽ ബോക്സ്. സെക്കൻഡ് വൺ പോൾ വോൾട്ട്. സെക്കൻഡ് അപ്പുറത്തുള്ള സെക്കൻഡിൽ ആ ഒരു വടിയുടെ മുകളിൽ ചാടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണത്? യെസ്, യു നോ, ഹൈ ജമ്പ്. ദെൻ തേർഡ് വൺ, വിച്ച് ഈസ് എ തേർഡ് വൺ? ഒരു സ്റ്റിക്ക് ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണത്? യെസ്, ഫ്രം യു ഹെൽ ബോക്സ്. സെക്കൻഡ് ലൈൻ, സെക്കൻഡ് വൺ റിലേ റേസ്. ദെൻ ഫോർത്ത് വൺ എന്താണ്? കയ്യിലൊരു സംഭവം വെച്ചിട്ട് എറിയുന്നുണ്ട്. എന്തായിരിക്കാം അത്? യെസ്, ഫ്രം യുവർ ഹെൽ ബോക്സ്. ലാസ്റ്റ് വൺ ഷോർട്ട് പുട്ട്. ദെൻ ഫിഫ്ത്ത് വൺ, വിച്ച് ഈസ് ദ ഫിഫ്ത്ത് വൺ? ഒരു സംഭവം എറിയുന്നുണ്ട് അതിലും. യെസ്, ദാറ്റ് ഈസ് ഡിസ്കസ് ത്രോ. ഫ്രം യുവർ ഹെൽ ബോക്സ്. ഫിഫ്ത്ത് വൺ ഡിസ്കസ് ത്രോ. ദെൻ സിക്സ്ത് വൺ എന്താണ്? ഒരു ചരടിൽ കെട്ടിയിട്ടുള്ളൊരു ബോളാണ് എറിയുന്നത് അല്ലേ? വാട്ട് ഈസ് ദാറ്റ്? സിക്സ്ത് വൺ ഫ്രം യുവർ ഹെൽ ബോക്സ്. ഫസ്റ്റ് വൺ ഹാമർ ത്രോ. ദെൻ നെക്സ്റ്റ് സെവൻത്ത് വൺ അല്ലേ, എന്താണ്? ആ കുന്തം കൊണ്ട് എറിയുന്ന ആ ഒരു സ്പോർട്ടിനെ നമ്മൾ എന്താ അറിയപ്പെടുന്നത്? യെസ്, ജാവലിൻ ത്രോ. ഫ്രം യുവർ ഹെൽ ബോക്സ്. ലാസ്റ്റ് വൺ ഫ്രം ഫസ്റ്റ് ലൈൻ ജാവലിൻ ത്രോ. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? എയ്ത്ത് വൺ ഹേർഡിൽസ് എന്ന് പറയുന്ന ഫ്രം യുവർ ഹെൽ ബോക്സ്. തേർഡ് വൺ ഹേർഡിൽസ് എന്ന് പറയുന്ന സ്പോർട്ടാണ് ലാസ്റ്റ് എയ്ത്ത് വൺ ആയിട്ട് വി ഹാഡ് ഗിവൺ. ഓക്കെ, ദ നെക്സ്റ്റ് 44th ചാപ്റ്റർ ഹിറ്റേഴ്സ് ആൻഡ് സ്മാഷേഴ്സ്. അതായത് ഇവിടെ കുറച്ച് സ്പോർട്സ് ഐറ്റംസ്, കളിക്കുന്ന ഐറ്റംസ് ആണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾ ഓഫ് ലിസൺ ടു ദ. For centuries, people have been taking part in game for recreation and relaxation. ഒരുപാട് കാലങ്ങളായിട്ട് ആളുകൾ ആ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് റിക്രിയേഷൻ, റിലാക്സേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അതായത് ഒരു വിനോദത്തിനും ഒരു രസത്തിനും വേണ്ടിയിട്ടാണ്. കമ്പനീസ്, ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് സ്പോർട്സ് ആക്ടിവിറ്റീസ്. ചില കമ്പനീസും ചില ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ആസ് എ നെർച്ചർ ഗ്രൂപ്പ് കോർഡിനേഷൻ, അവർക്ക് എന്തുണ്ട്? പരിശീലനം കൊടുക്കുന്ന കോർഡിനേഷൻ ഉണ്ട്. നെർച്ചർ ഗ്രൂപ്പ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ പരിശീലനം കൊടുക്കുന്ന കോർഡിനേഷനും അവർക്ക് ഉണ്ട്. റിസോൾവ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ആൻഡ് ബിൽഡ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ. ആളുകൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും റിസോൾവ് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഹെൽത്ത് ഉള്ള ആളുകളാക്കുന്നതിന് വേണ്ടി അല്ലേ? വെറുതെ കളിക്കാതെയും ഇതാക്കാതെയൊക്കെ വീട്ടിലിരുന്ന നമ്മുടെ ഹെൽത്ത് നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒഴിവാക്കാനും ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ആളുകൾക്ക് പരിശീലനം കൊടുക്കാനും എല്ലാം എന്തുണ്ട്? കമ്പനീസ് ഉണ്ട്,
ഓർഗനൈസേഷൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇവരെല്ലാം എന്തുണ്ട് അവരുടേതായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് അബൌട്ട് ഹിയർ? ഐഡൻറ്റിഫൈ ദ ഗെയിംസ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അത് ഏത് ഗെയിം ആണെന്നുള്ളതാണ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഫസ്റ്റ് വൺ, ദ ഗെയിം ഈസ് പ്ലേഡ് ബിറ്റ്വീൻ ടീംസ്. രണ്ട് ടീംസ് തമ്മിലാണ് കളിക്കുന്നത്. ദ പ്ലേയേഴ്സ് യൂസ് എ ലോങ് സ്റ്റിക്ക് വിത്ത് എ കർവ്ഡ് എൻഡ് ടേക്ക് ദ ബോൾ ടു ദ ഗോൾ. വലിയൊരു സ്റ്റിക്ക് ഉണ്ടായിരിക്കും, അതിന് അറ്റത്തൊരു കർവ്ഡ് ഒരു വളഞ്ഞൊരു ഭാഗമാണുള്ളത്. അത് വെച്ചിട്ട് പന്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഗോൾ അടിക്കണം. അപ്പോൾ ഏതാണ് ആ പ്ലേ? യെസ്, യു നോ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്, ഹോക്കിയാണ് അത് അല്ലേ? വാട്ട് അബൌട്ട് ഹോക്കി? ദ ഗെയിം ഈസ് പ്ലേഡ് ബിറ്റ്വീൻ ടു ടീംസ്. ദ പ്ലേയേഴ്സ് യൂസ് എ ലോങ് സ്റ്റിക്ക് വിത്ത് എ കർവ്ഡ് എൻഡ്. ഒരു വളഞ്ഞ എൻഡോട് കൂടിയിട്ടുള്ള ഒരു വലിയൊരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ടേക്ക് ദ ബോൾ ടു ദ ഗോൾ. എന്നിട്ട് അത് വെച്ചിട്ട് ബോൾ എന്ത് ചെയ്യണം? ഗോളിൽ എത്തിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഹോക്കി. ദ നെക്സ്റ്റ് വൺ, വില്യം ജി മോർഗാൻ ഇൻവെൻറ്റഡ് ദിസ് ഗെയിം ഇൻ 1895. 1895 വില്യം ജി മോർഗാൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയാണ് ഈ ഗെയിം ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി പ്ലേഡ് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. വീടിൻ്റെ ഉള്ളിലും പുറത്തും കളിക്കാൻ പറ്റുന്ന ഗെയിമാണിത്. ദ ടീം സീക്സ് സ്കോർ പോയിന്റ്സ് ഇൻ ദ കോഴ്സ് ഓഫ് ഹിറ്റിംഗ് എ ബോൾ ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് എ നെറ്റ്. ഒരു നെറ്റ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ആ നെറ്റിൻ്റെ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ താഴെ ചാടാതെ അടിക്കുന്ന ടീമിനാണ് സ്കോർ നേടാൻ പറ്റുക അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള പ്ലേ ആണ് ഏതാണ്? സെക്കൻഡ് വൺ, വോളിബോൾ. ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്, ഫസ്റ്റ് വൺ, വോളിബോൾ. എന്താണ് വോളിബോൾ? വില്യം ജി മോർഗാൻ ആണ് 1895 ഈ ഗെയിം ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി പ്ലേഡ് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർസ്. ഉള്ളിലും പുറത്തും കളിക്കാം. ദ ടീം സീക്ക് ടു സ്കോർ പോയിന്റ്സ്. ടീം എന്ത് ചെയ്യണം? പോയിന്റ്സ് സ്കോർ ചെയ്യണം. എങ്ങനെ? ഇൻ ദ കോഴ്സ് ഓഫ് ഹിറ്റിംഗ് എ ബോൾ ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് എ നെറ്റ്. ഒരു നെറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചിട്ടാണ് വോളിബോൾ കളിക്കുന്നത്. ദെൻ തേർഡ് വൺ, ജെയിംസ് നെയ്സ്മിത്ത് ഇൻവെൻറ്റഡ് ദിസ് ഗെയിം ഇൻ 1891. മറ്റൊരു പേഴ്സണാലിറ്റിയാണ് ജെയിംസ് നെയ്സ്മിത്ത്. ഇയാളാണ് 1891 ഈ ഗെയിം ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ടു ടീംസ് അറ്റംപ്റ്റഡ് ടു സ്കോർ പോയിന്റ്സ് ബൈ ത്രോയിങ് എ ബോൾ ഇൻ ടു ദ ഒപ്പോണൻസ് ബാസ്ക്കറ്റ്. രണ്ട് ബാസ്ക്കറ്റ് ഉണ്ടായിരിക്കും ഓരോ ടീമിനും. എന്നിട്ട് ആ ബോൾ എന്താണ് തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഒപ്പോണൻസിൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ടാലാണ് അങ്ങനെയാണ് ഗോൾ നേടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് അല്ലേ? യു നോ ദാറ്റ് ഇസ് ഗെയിം ബാസ്ക്കറ്റ് ബോൾ അല്ലേ? വാട്ട് അബൌട്ട് ദ ബാസ്ക്കറ്റ് ബോൾ? തേർഡ് വൺ, James Naismith invented this game in 1891. Two teams attempted to score points by throwing a ball into the opponent's basket. ഒപ്പോണൻസ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഈ പന്ത് ഇടുമ്പോഴാണ് നമ്മളുടെ ബാസ്ക്കറ്റ് ബോളിൽ സ്കോർ നേടുക. ദെൻ ഫോർത്ത് ആൻസർ ക്രിക്കറ്റ് അല്ലേ? പിക്ചർ ഉണ്ടാകാൻ നമ്മൾക്കറിയാം ക്രിക്കറ്റാണ്. എന്താണ്? ഇറ്റ് ഈസ് എ ബാറ്റ് ആൻഡ് ബോൾ ഗെയിം. ബാറ്റും ബോളും വെച്ചിട്ടുള്ള ഗെയിമാണ്. പ്ലേഡ് ബിറ്റ്വീൻ ടു ടീംസ്. രണ്ട് ടീംസിൻ്റെ ഇടയിലാണ് അത് കളിക്കുന്നത്. ഓൺ എ 22 yard ലോങ് പിച്ച്. ഒരു 3 സ്റ്റെമ്പ് വെച്ചിട്ടുണ്ടാവും. അവിടെ ബാറ്റും കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും. 22 yard അകലെയായിട്ട് ഒരാളും ആ ബോൾ പിടിക്കാനും നിൽക്കുന്നുണ്ടാവും അല്ലേ? 22 yard ലോങ് പിച്ച്. ആ 22 yard ലോങ്ങിൽ എറിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിച്ച് ചെയ്യണം, എറിയണം അല്ലേ? ഈച്ച് ടീംസ് ബാറ്റ്. ഓരോ ടീമും ബാറ്റ് ചെയ്യും. ടേക്കിംഗ് റൺ എടുക്കും. ആൻഡ് ട്രൈങ് ടു സ്കോർ നേടാൻ ശ്രമിക്കും. ആസ് മെനി റൺസ് ആസ് പോസിബിൾ. എത്രത്തോളം റൺസ് നേടാൻ പറ്റുമോ അത്രയും റൺസ് നേടാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദിസ് ഗെയിം ഈസ് ക്രിക്കറ്റ്. വാട്ട് അബൌട്ട് ക്രിക്കറ്റ്? ഇറ്റ് ഈസ് എ ബാറ്റ് ആൻഡ് ബോൾ ഗെയിം ബിറ്റ്വീൻ ടു ടീംസ് ഓൺ എ 22 yard ലോങ് പിച്ച്. Each team bats, taking runs and trying to score as many runs as possible. Then fifth answer, badminton ആണ്. From your help box, last one, badminton. What about badminton? The player hit a shuttlecock back and forth across a net. ഇവിടെയും ഒരു നെറ്റ് ഉണ്ട്. ആ നെറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഷട്ടിൽ കോക്ക് വെച്ചിട്ട്, ഷട്ടിൽ കോക്ക് നിങ്ങൾ കണ്ട ഒരു അല്ലേ, പക്ഷികളുടെ തൂവൽ വെച്ചിട്ട് ഒരു അറ്റത്തൊരു ബോളും വെച്ചിട്ടൊരു സംഭവമാണ്. ആ ഷട്ടിൽ കോക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നെറ്റിന് മുകളിലൂടെ അടിക്കണം. ദ എയിം ഓഫ് ദ ഗെയിമിൻ്റെ എയിം എന്ന് പറയുന്നത് ഈസ് ടു ഹിറ്റ് ദ ഷട്ടിൽ കോക്ക് ടു ദ ഓപ്പോസിറ്റ് സൈഡ് സോ ദാറ്റ് ദ ഷോട്ട് കാനോട്ട് ബി റിട്ടേൺഡ്. നമ്മൾ അങ്ങോട്ട് അടുക്കുമ്പോൾ
അയാൾക്കത് തിരിച്ച് ഇങ്ങോട്ട് അടിക്കാൻ കഴിയാതെ അവിടെ താഴെ വീഴണം എന്നുള്ളതാണ് ആ ഗെയിമിൻ്റെ ലക്ഷ്യം അല്ലേ. വാട്ട് അബൌട്ട് ദ ടെന്നീസ്, ബാഡ്മിൻ്റൺ, ദ പ്ലേയേഴ്സ് ഹിറ്റ് എ ഷട്ടിൽ കോക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് എ നെറ്റ്. നെറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ചെയ്യുന്നത് ഷട്ടിൽ കോക്ക്. ദ മെയിൻ എയിം ഓഫ് ദി ഗെയിം, ആ ഗെയിം എന്ന് പറയുന്നത് എന്താണ്, ഹിറ്റ് ദ ഷട്ടിൽ കോക്ക്, താഴെ വീഴണം ഷട്ടിൽ കോക്ക്, ടു ദ ഓപ്പോസിറ്റ് സൈഡിൽ, സോ ദാറ്റ് ദ ഷോട്ട് കനോട്ട് ബി റിട്ടേൺ, അത് തിരിച്ചിങ്ങോട്ട് അടിക്കാം, നിലത്ത് വീഴാതെ അടിക്കാൻ കഴിയാത്ത രീതിയിൽ താഴെ വീഴണം എന്നാണ് ഇവരുടെ ലക്ഷ്യം. ദെൻ ദ സിക്സ്ത് വൺ, ടെന്നീസ്. നിങ്ങൾക്കറിയാം, പ്ലേയേഴ്സ് യൂസ് റാക്കറ്റ്സ്, ഇവരും ഒരു ബാറ്റാണ് യൂസ് ചെയ്യുന്നത്, റാക്കറ്റ്, ടു സ്ട്രൈക്ക് എ ബോൾ ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് എ നെറ്റ് ഓൺ എ റെക്ടാങ്കുലർ കോർട്ട്. ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു കോർട്ടിൽ നിന്നിട്ട് അതിന് വരയൊക്കെ വരച്ച് ക്ലിയർ ചെയ്തിട്ട് അതിന് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ റെക്ടാങ്കുലർ കോർട്ടിൽ വെച്ചിട്ട്, റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് ഒരു നെറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോട്ടും എന്താണ് റാക്കറ്റ് വെച്ചിട്ട് എന്താണ് ബോളിങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ ബോളായിരിക്കും അല്ലേ. ദ എയിം ഈസ് ടു സ്കോർ, ഇതിൻ്റെ എയിമും എന്താണ്, സ്കോർ പോയിന്റ്സ് ബൈ ഹിറ്റിംഗ് ദ ബോൾ ഇൻ സച്ച് എ വേ ദാറ്റ് ഒപ്പോണന്റ് കാനോട്ട് റിട്ടേൺ ഇൻ സക്സസ്ഫുള്ളി. ഇതും എങ്ങനത്തെയാണ്, അങ്ങോട്ട് അടിക്കുന്ന പന്ത് അയാൾക്ക് തിരിച്ചിങ്ങോട്ട് അടിക്കാൻ പറ്റാതെ താഴെ വീഴണം, അതാണ് ഇവരുടെയും ലക്ഷ്യം അല്ലേ. വാട്ട് അബൌട്ട് ദ ടെന്നീസ്, ദ പ്ലേയേഴ്സ് യൂസ് റാക്കറ്റ്സ് ടു സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അടിക്കുക, എ ബോൾ ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് എ നെറ്റ് ഓൺ എ റെക്ടാങ്കുലർ കോർട്ട്, ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു പ്ലേസിൽ വെച്ചിട്ട് അവിടെ ഒരു ലൈനൊക്കെ വരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. ദ എയിം ഈസ് ടു സ്കോർ പോയിന്റ്സ് സ്കോർ ചെയ്യുക എങ്ങനെ, ബൈ ഹിറ്റിംഗ് ദ ബോൾ ഇൻ സച്ച് എ വേ ദാറ്റ് ഒപ്പോണൻറ്റ് കനോട്ട് റിട്ടേൺ ഇൻ സക്സസ്ഫുള്ളി, ഒപ്പോണൻസിന് തിരിച്ചിങ്ങോട്ട് അടിക്കാൻ പറ്റാത്ത രീതിയിൽ ബോൾ താഴെ വീഴിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ കളിയുടെ ലക്ഷ്യം. സോ this about hitters and smashers. The next we need to study cricket. 45 cricket. The game of cricket established in England in 14th century. 14th century ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കളിയുടെ സ്റ്റാർട്ടിങ്. It was played by upper class Englishmen as a form of relaxation and recreation. നമ്മൾക്കറിയാം ഇംഗ്ലണ്ടിലും ഉണ്ടായിരുന്നു വലിയ ക്ലാസ്സും താഴെയുള്ള ക്ലാസ്സസൊക്കെ, കളറിൻ്റെതെല്ലാം പേരിൽ അവിടെയും വേർതിരിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പർ ക്ലാസ്സിൽ ഏറ്റവും വലിയ ക്യാഷുള്ള വലിയ ഫാമിലീസിലെ ആളുകൾ റിലാക്സേഷൻ റിക്രിയേഷനും വേണ്ടിയിട്ട്, ആശ്വാസത്തിനും രസത്തിനും വേണ്ടിയിട്ടാണ് ഇവർ ഈ കളി കളിച്ചിരുന്നത്. ഇറ്റ് വാസ് പ്ലേഡ് ഓൺ ലോൺസ് ഓഫ് ദെയർ കൺട്രി ക്ലബ്ബ് അല്ലേ, അവരുടെ രാജ്യത്തുള്ള ക്ലബിലെ ലോൺസ് എന്ന് പറഞ്ഞാൽ വയലുകളിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ ഏരിയയിലാണ് ഇത് കളിക്കുന്നത്. ടുഡേ ദ ഗെയിം ഹാസ് ബിക്കം ഹൈലി കോമ്പറ്റീറ്റീവ് ആൻഡ് ചലഞ്ചിങ്. ഇന്ന് ഈ ഗെയിം ഭയങ്കര മത്സരവും ചലഞ്ചും ഉള്ള ഒരു ഗെയിമായിട്ട്, നല്ല മത്സര ബുദ്ധിയോട് കൂടിയിട്ട് കളിക്കുന്ന ഒരു ഗെയിമായിട്ട് മാറിയിട്ടുണ്ട്. Okay, but the game of cricket started in England in the 14th century. It was played by upper class Englishmen as a form of relaxation and recreation. It was played on the lawns of their country clubs. Today the game has become highly competitive and challenging. First one, identify the cricketers given below. First one, the first captain of Indian cricket team. ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ടീമുണ്ട്, ആ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ from your help out. Second one, C.K. Naidu. Then second one, name the first Indian to get a century in a cricket test. Cricket test ആദ്യമായിട്ട് സെഞ്ചുറി കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യൻ ആർക്കാണത് സെഞ്ചുറി ആദ്യമായിട്ട് കിട്ടിയത് ഇന്ത്യയിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ഹൗസ്. സെക്കൻഡ് ലൈൻ, സെക്കൻഡ് വൺ, ലാല അമർനാഥ്. എന്താണ്? നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് എ സെഞ്ചുറി ഇൻ എ ക്രിക്കറ്റ് ടെസ്റ്റ്. ഒരു ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെഞ്ചുറി കിട്ടിയത് ആർക്കാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാല അമർനാഥ്. ദെൻ തേർഡ് വൺ, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു സ്കോർ എ സെഞ്ചുറി ഇൻ വൺ ഡേ ക്രിക്കറ്റ്. ഒരു ദിവസത്തെ ക്രിക്കറ്റ് പലതരത്തിലുള്ള കളികളുണ്ട് അല്ലേ. ക്രിക്കറ്റ് ടെസ്റ്റ് ഉണ്ട്, വൺ ഡേ ക്രിക്കറ്റ് ഉണ്ട് അല്ലേ, കുറേ ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ വൺ ഡേ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ സെഞ്ചുറി നേടിയത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ഫസ്റ്റ് ലൈൻ, ലാസ്റ്റ് വൺ, കപിൽ ദേവ്. ഓക്കെ, കപിൽ ദേവ്. What about Kapil Dev, who was the first Indian to score a century in one day cricket? Then fourth one,
scored a triple century in test cricket. മറ്റൊരു ക്രിക്കറ്റ് കളിയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ആരാണെന്നുള്ളതാണ്. ആദ്യമായിട്ട് ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹു സ്കോർഡ് എ ട്രിപ്പിൾ സെഞ്ചുറി ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ്? ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ഫസ്റ്റ് വൺ വീരേന്ദർ സെവാഗ്. Right, without any spelling mistake there. Okay. Then fifth one, who is considered as the best batsman of all time? എല്ലാ സമയത്തും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നല്ല ബാറ്റ്സ്മാൻ ഓഫ് ഓൾ ടൈം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. തേർഡ് വൺ, ഫസ്റ്റ് ലൈൻ തേർഡ് വൺ, ഡോൺ ബ്രാഡ്മാൻ. ഓക്കെ, ഡോൺ ബ്രാഡ്മാൻ. Then sixth one, who is a first batsman to complete 10,000 runs in test cricket? ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റണ്ണും നേടാൻ പറ്റിയിട്ടുള്ള ആദ്യത്തെ ബാറ്റ്സ്മാൻ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. സെക്കൻഡ് ലൈൻ തേർഡ് വൺ, സുനിൽ ഗവാസ്കർ. വാട്ട് അബൌട്ട് സുനിൽ ഗവാസ്കർ? ഹു ഈസ് എ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ടു കംപ്ലീറ്റ് 10,000 റൺസ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ്. Okay, then seventh one, who has scored the most number of centuries in cricket? ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ള പേഴ്സൺ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ യു നോ, സച്ചിൻ തെണ്ടുൽക്കർ അല്ലേ. Then eighth one, who holds the highest score in test cricket in one innings? ഒരേ ഇന്നിങ്സിൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ നേടാൻ പറ്റിയിട്ടുള്ളത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ഫസ്റ്റ് ലൈൻ ഫോർത്ത് വൺ, ബ്രെയിൻ ലാര. The ninth one, who took the highest number of wickets in test cricket? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ക്രിക്കറ്റർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ലാസ്റ്റ് വൺ, മുത്തയ്യ മുരളീധരൻ. ഓക്കെ, ദിസ് അബൌട്ട് ക്രിക്കറ്റ്. ഓക്കെ, the next today we studied 1 2 3 4 5 chapters. Then what about the homework of these chapters? I will give no any homework to you, but you need to write the answers into your textbook. എല്ലാ ആൻസേഴ്സും ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് ആ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് ഫില്ല് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഹോംവർക്ക്. നോട്ട്ബുക്കിൽ എന്നും ചെയ്യേണ്ടതായിട്ടുള്ള. ഇപ്പോൾ ക്ലാസ് കിട്ടിയതിന് ശേഷം ടെസ്റ്റ് പേപ്പർ നടത്താമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. ടെസ്റ്റ് പേപ്പർ നടത്തും എന്തായാലും. ഒരു 2 വീഡിയോ കൂടി we need to complete our chapters, so we can wind up today. We completed 5 chapters today. If you have any doubt in these chapters, you can ask me. Okay, thank you.